മുരിങ്ങയുടെ ഇല കിട്ടിയപ്പോൾ അതുകൊണ്ട് ഉപ്പേരി വെക്കണോ കറി വെക്കണോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാട്ടാ നമുക്ക് മുട്ട കയ്യിൽ കിട്ടിയത്. അപ്പൊ ഇത് രണ്ടും കൂടി ഒന്നിച്ചിട്ട് കുത്തിപ്പൊരിക്കാന്ന് വിചാരിച്ചു. പാൻ ചൂടായതിനു ശേഷം ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചുട്ടാ, പിന്നെ കടുക് പൊട്ടിച്ചു. അതിലേക്ക് ഇതേ വെളുത്തുള്ളി, സബോള, പച്ചമുളകും ഉണക്കമുളകും ഒക്കെ ഇട്ടിട്ടൊന്ന് വയറ്റി എടുത്തുട്ടോ. കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുട്ടാ. അതൊന്ന് വയറ്റി സെറ്റ് ആയതിനു ശേഷം നമ്മൾ കഴുകി വെച്ച എല്ലാ മുരിങ്ങയിലും അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇല നന്നായി വാട്ടിയെടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ചുട്ടാ. പിന്നെ എല്ലാം കൂടി ഇട്ടതേ നന്നായി മിക്സ് ആക്കി എടുക്കണം. മുട്ട വേണമെങ്കിൽ 1-2 കൂടുതലും കൂടി പൊട്ടിച്ചൊഴിക്കാട്ടെ. അപ്പൊ ഒന്നും കൂടി ടേസ്റ്റ് വ്യത്യാസം വരും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ അതേ സംഭവം സെറ്റായി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് പിന്നത്തെ എന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചട്ടി തുടക്കലാണ്. കുറച്ച് ചോറിട്ടിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഇത് ഉപ്പിലിട്ട മാങ്ങയും ഉപ്പിലിട്ട കാന്താരിമുളകും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചു തുടങ്ങിയിട്ടാ. ഇങ്ങനെ കഴിക്കുന്നതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാട്ടാ. പിന്നെ ഉപ്പിലിട്ട മുളകും മാങ്ങയൊക്കെ ഉള്ള സ്ഥിതിക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, അപാര ടേസ്റ്റ് തന്നെയാണ്. എനിക്ക് പിന്നെ എന്തുപ്പേരി വെച്ചാലും ചട്ടി തുടച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പൊ എന്നെ പോലെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.